നമസ്കാരം. ഈ സെഷനിലേക്ക് സ്വാഗതം. ഈ സെഷനിൽ ലാപ്ലേസ് ട്രാൻസ്ഫോമിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ബൈ ടി റൈസ് ടു എൻ എന്ന പ്രോപ്പർട്ടിയാണ് ആദ്യമായി ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഒരു ഫംഗ്ഷൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം ഫൈ ഓഫ് എസ് എങ്കിൽ Laplace transform of t raised to n into f of t എന്നതിനെ -1 raised to n into d raised to n divided by ds raised to n of phi of s എന്നെഴുതാം. ഇതിൽ n is equal to 1, 2, 3 etc. അതായത് ഒരു ഫംഗ്ഷൻ എഫ് ഓഫ് ടി എന്ന ഫംഗ്ഷൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം ഫൈ ഓഫ് എസ് എന്നാണെങ്കിൽ അതേ ഫംഗ്ഷനെ ടി റൈസ് ടു എൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കറസ്പോണ്ടിങ് ലാപ്ലേസ് ട്രാൻസ്ഫോം എന്നത് ഈ വിധത്തിൽ എക്സ്പ്രസ് ചെയ്യാം: -1 റൈസ് ടു എൻ ഇൻറ്റു ദി nth ഡെറിവേറ്റീവ് ഓഫ് ഫൈ ഓഫ് എസ് വിത്ത് റെസ്പെക്ട് ടു എസ്. ഇത് പ്രൂവ് ചെയ്യുന്നതിന് മാത്തമാറ്റിക്സിലെ മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ എന്ന മെത്തേഡാണ് ഉപയോഗിക്കുന്നത്. ലാപ്ലേസ് ട്രാൻസ്ഫോമിൻ്റെ ഡെഫിനിഷൻ പ്രകാരം നമുക്ക് എഴുതാം: ഇൻ്റഗ്രൽ ഫ്രം 0 to infinity e raised to minus st into f of t dt that is equal to phi of s. ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് ടി എന്നതിനെ ഇൻ്റഗ്രൽ ഫ്രം 0 to infinity e raised to minus st into f of t dt എന്നെഴുതാം. ഇവിടെ ഈ ഇക്വേഷൻ്റെ രണ്ട് സൈഡും നമ്മൾ ലെബനീസ് റൂൾ വെച്ച് ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നു. ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത് വിത്ത് റെസ്പെക്ട് ടു എസ് ആണ്. അപ്പോൾ നമുക്ക് എഴുതാം d by ds of integral from 0 to infinity e raised to minus st into f of t dt which is equal to d by ds of phi of s. അതായത് ഇൻ്റഗ്രൽ ഫ്രം 0 to infinity ഡോ ബൈ ഡോ എസ് എന്ന് എഴുതാം. കാരണം ഡിഫറൻസിയേഷൻ വിത്ത് റെസ്പെക്ട് ടു എസ് മാത്രമാണ് നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് ഡോ ബൈ ഡോ എസ് ഓഫ് ഇ റൈസ് ടു മൈനസ് എസ് ടി ഇൻറ്റു എഫ് ഓഫ് ടി ഡി ടി. വിച്ച് ഇസ് ഈക്വൽ ടു ഡി ബൈ ഡി എസ് ഓഫ് ഫൈ ഓഫ് എസ്. അതായത് ഇതിൽ നിന്ന് നമുക്ക് എഴുതാം ഇൻ്റഗ്രൽ ഫ്രം 0 to infinity ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എസ് ഓഫ് ഇ റൈസ് ടു മൈനസ് എസ് ടി എഫ് ഓഫ് ടി എന്നതിനെ മൈനസ് ടി ഇൻറ്റു ഇ റൈസ് ടു മൈനസ് എസ് ടി എഫ് ഓഫ് ടി ഡി ടി വിച്ച് ഇസ് ഈക്വൽ ടു ഡി ബൈ ഡി എസ് ഓഫ് phi of s. അതായത് ഇൻ്റഗ്രൽ ഫ്രം 0 to infinity e raised to minus st into t f of t dt. ഇവിടെയും നെഗറ്റീവ് ടി എന്നതിൽ നിന്നും -1 എന്നത് ഔട്ട് സൈഡ് എഴുതുകയാണെങ്കിൽ ഈ വിധത്തിൽ എക്സ്പ്രസ് ചെയ്യാം: നെഗറ്റീവ് ഓഫ് integral from 0 to infinity e raised to minus st into t f of t dt is equal to d by ds of phi of s. ഇതിൽ നിന്നും നമുക്ക് എഴുതാം ഇൻ്റഗ്രൽ ഫ്രം
0 to infinity e raised to minus st into tf of t dt is equal to minus of d by ds of phi of s. ടി എഫ് ഓഫ് ടി എന്നതിനെ ഒരു സിംഗിൾ ഫംഗ്ഷനായിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇതിൽ നിന്ന് നമുക്ക് എഴുതാം എൽ ഓഫ് ടി എഫ് ഓഫ് ടി ഡി ടി എൽ ഓഫ് ടി എഫ് ഓഫ് ടി ഇസ് ഈക്വൽ ടു മൈനസ് 1 ഇൻറ്റു ഡി ബൈ ഡി എസ് ഓഫ് ഫൈ ഓഫ് എസ്. ലാപ്ലേസ് ട്രാൻസ്ഫോമിൻ്റെ ഡെഫിനിഷൻ എൽ ഓഫ് എഫ് ഓഫ് ടി ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഫ്രം 0 ടു ഇൻഫിനിറ്റി ഇ റേസ് ടു മൈനസ് എസ് ടി എഫ് ഓഫ് ടി ഡി ടി എന്നതാണ്. അപ്പോൾ എഫ് ഓഫ് ടി ആണെങ്കിൽ ഇ റേസ് ടു മൈനസ് എസ് ടി ഇൻറ്റു എഫ് ഓഫ് ടി ഡി ടി എന്ന പ്രോഡക്റ്റിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു 0 ടു ഇൻഫിനിറ്റി എന്ന ലിമിറ്റുകൾ നൽകിക്കൊണ്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. ഇതുമായി കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇൻ്റഗ്രൽ ഫ്രം 0 ടു ഇൻഫിനിറ്റി ഇ റേസ് ടു മൈനസ് എസ് ടി എഫ് ഓഫ് ടിയുടെ സ്ഥാനത്ത് ടി ഇൻറ്റു എഫ് ഓഫ് ടി എന്ന ചേഞ്ച് ലെഫ്റ്റ് സൈഡിൽ നമ്മൾ വരുത്തുകയാണെങ്കിൽ ഇതിനെ എൽ ഓഫ് ടി ഇൻറ്റു എഫ് ഓഫ് ടി എന്നെഴുതാം. ദാറ്റ് ഇസ് ഈക്വൽ ടു മൈനസ് 1 ഇൻറ്റു ഡി ബൈ ഡി എസ് ഓഫ് ഫൈ ഓഫ് എസ്. അതായത് ഇതിൽ n ഈക്വൽ ടു 1 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എൽ ഓഫ് ടി എഫ് ഓഫ് ടി ഈക്വൽ ടു മൈനസ് 1 ഇൻറ്റു ഡി ബൈ ഡി എസ് ഓഫ് ഫൈ ഓഫ് എസ് എന്നത് കിട്ടുന്നു. അതായത് ഈ സ്റ്റേറ്റ്മെൻറ്റ് n ഇസ് ഈക്വൽ ടു 1 എന്നതിന് ശരിയാണ് എന്ന് ലഭിക്കുന്നു. ഫോർ n ഇസ് ഈക്വൽ ടു 1 ദി സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ട്രൂ. ഇനി n ഈക്വൽ ടു m എന്നാകുമ്പോൾ ഈ റിസൾട്ട് ശരിയാണെന്ന് നമ്മൾ സങ്കല്പിക്കുന്നു. അസ്യൂം the result is true for n is equal to m. എങ്കിൽ നമുക്ക് എഴുതാം ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ടി റേസ് ടു എം ഇൻറ്റു എഫ് ഓഫ് ടി ഇസ് ഈക്വൽ ടു മൈനസ് 1 റേസ് ടു എം ഇൻറ്റു mth ഡെറിവേറ്റീവ് ഓഫ് ഫൈ ഓഫ് എസ് വിത്ത് റെസ്പെക്ട് ടു എസ്. ഇനി നമുക്ക് n ഇസ് ഈക്വൽ ടു എം പ്ലസ് 1 ആകുമ്പോൾ ഈ റിസൾട്ട് ട്രൂ ആണ് എന്ന് തെളിയിച്ചാൽ ബൈ ഇൻഡക്ഷൻ നമുക്ക് എഴുതാം എൽ ഓഫ് ടി റേസ് ടു എൻ എഫ് ഓഫ് ടി ഇസ് ഈക്വൽ ടു മൈനസ് 1 റേസ് ടു എൻ ഇൻറ്റു ഡി റേസ് ടു എൻ ഡിവൈഡഡ് ബൈ ഡി എസ് റേസ് ടു എൻ ഓഫ് ഫൈ ഓഫ് എസ് എന്ന് എഴുതാം. അതിനായി നമ്മൾ ഈ സ്റ്റേറ്റ്മെൻറ്റിൽ നിന്നും എഴുതുന്നു ദിസ് ഇംപ്ലൈസ് ഇൻ്റഗ്രൽ ഫ്രം 0 ടു ഇൻഫിനിറ്റി ടി റേസ് ടു എം ഇ റേസ് ടു മൈനസ് എസ് ടി ഇൻറ്റു ടി റേസ് ടു എം എഫ് ഓഫ് ടി ഡി ടി is equal to minus 1 raised to m into mth derivative of phi of s with respect to s. ലാപ്ലേസ് ട്രാൻസ്ഫോമിൻ്റെ ഈ ബേസിക് ഡെഫിനിഷനുമായി കമ്പയർ ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെ എഴുതാം എൽ ഓഫ് ടി റേസ് ടു എം എഫ് ഓഫ് ടി എന്നതിനെ ഇൻ്റഗ്രൽ ഫ്രം 0 ടു ഇൻഫിനിറ്റി ഇ റേസ് ടു മൈനസ് എസ് ടി ഇൻറ്റു ടി റേസ് ടു എം എഫ് ഓഫ് ടി ഡി ടി എന്ന് എഴുതാം. ഇനി നമ്മൾ വിത്ത് റെസ്പെക്ട് ടു എസ് ഈ ഇക്വേഷൻ്റെ രണ്ട് സൈഡും ഡിഫറൻഷ്യേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എഴുതാം ഡി ബൈ ഡി എസ് ഓഫ് ഇൻ്റഗ്രൽ ഫ്രം 0 ടു ഇൻഫിനിറ്റി ഇ റേസ് ടു മൈനസ് എസ് ടി ഇൻറ്റു ടി റേസ് ടു എം എഫ് ഓഫ് ടി ഡി ടി is equal to minus 1 raised to m into dm plus 1 divided by ds raised to m plus 1
phi of s. dm divided by ds raised to m of phi of s എന്നത് mth ഡെറിവേറ്റീവ് ഓഫ് phi of s എന്നാണെങ്കിൽ ഒരു പ്രാവശ്യം കൂടി നമ്മൾ വിത്ത് റെസ്പെക്ട് ടു എസ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എഴുതാം ഡി എം പ്ലസ് വൺ ഡിവൈഡഡ് ബൈ ഡി എസ് റേസ് ടു എം പ്ലസ് വൺ ഓഫ് phi of s എന്ന്. അതായത് ഇതിൽ നിന്നും ഇൻ്റഗ്രൽ ഫ്രം 0 to infinity ഡോ ബൈ ഡോ എസ് ഓഫ് ഇ റേസ് ടു മൈനസ് എസ് ടി ഇൻറ്റു ടി റേസ് ടു എം എഫ് ഓഫ് ടി ഡി ടി എന്നെഴുതാം, വിച്ച് ഇസ് ഈക്വൽ ടു മൈനസ് വൺ റേസ് ടു എം ഇൻറ്റു ഡി റേസ് ടു എം പ്ലസ് വൺ divided by ds raised to m plus 1 of phi of s. ഇതിൽ നിന്നും ഡിഫറൻസിയേഷൻ വിത്ത് റെസ്പെക്ട് ടു എസ് എന്ന് പറയുമ്പോൾ ഇ റേസ് ടു മൈനസ് എസ് ടിയുടെ ഡെറിവേറ്റീവ് എഴുതാം വിത്ത് റെസ്പെക്ട് ടു എസ് ആയതിനാൽ ഇൻ്റഗ്രൽ ഫ്രം 0 to infinity മൈനസ് ടി ഇൻറ്റു ഇ റേസ് ടു മൈനസ് എസ് ടി റേസ് ടു എം f of t dt, which is equal to minus 1 raised to m into m plus 1th derivative of phi of s with respect to s, which implies ഇതിൽ നിന്ന് നമുക്ക് എഴുതാം ഒരു മൈനസ് 1 കൊണ്ട് രണ്ട് സൈഡിൽ മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എഴുതാം ഇൻ്റഗ്രൽ ഫ്രം 0 to infinity ടി ഇൻറ്റു ഇ റേസ് ടു മൈനസ് എസ് ടി റേസ് ടു എം ഇൻറ്റു ടി റേസ് ടു എം പ്ലസ് 1 എഫ് ഓഫ് ടി ഡി ടി ഇസ് ഈക്വൽ ടു മൈനസ് 1 റേസ് ടു എം പ്ലസ് 1 രണ്ട് സൈഡും മൈനസ് 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ മൈനസ് ടി എന്നത് പ്ലസ് ടി എന്നായി ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ വരുന്നു. റൈറ്റ് ഹാൻഡ് സൈഡിൽ മൈനസ് 1 റേസ് ടു എം എന്നതിനെ മൈനസ് 1 റേസ് ടു എം പ്ലസ് 1 ഇൻറ്റു ദി എം പ്ലസ് 1th ഡെറിവേറ്റീവ് ഓഫ് phi of s വിത്ത് റെസ്പെക്ട് ടു എസ് എന്ന് എഴുതാം. അതായത് ലാപ്ലേസ് ട്രാൻസ്ഫോമിൻ്റെ ബേസിക് ഡെഫിനിഷനുമായി കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡിന് നമുക്ക് എഴുതാം Laplace transform of t raised to m plus 1 f of t എന്ന് എഴുതാം. This implies Laplace transform of t raised to m plus 1 into f of t is equal to minus 1 raised to m plus 1 into the m plus 1th derivative of phi of s with respect to s എന്ന് ലഭിക്കുന്നു. അതായത് നമ്മുടെ ഈ സ്റ്റേറ്റ്മെൻറ്റിലെ ഈ റിസൾട്ടിൽ n ഈക്വൽ ടു എം പ്ലസ് 1 എന്ന് വരുമ്പോൾ ട്രൂ ആണെന്ന് കിട്ടുന്നു. n ഈക്വൽ ടു എം ആകുമ്പോൾ റിസൾട്ട് ട്രൂ ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ബൈ മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ നമുക്ക് എഴുതാം എൽ ഓഫ് ടി റേസ് ടു എൻ ഇൻറ്റു എഫ് ഓഫ് ടി ഇസ് ഈക്വൽ ടു മൈനസ് 1 റേസ് ടു എൻ ഇൻറ്റു ദി nth ഡെറിവേറ്റീവ് ഓഫ് phi ഓഫ് എസ് വിത്ത് റെസ്പെക്ട് ടു എസ് ഫോർ n ഇസ് ഈക്വൽ ടു 1 2 3 എക്സെട്ര. അപ്പോൾ ടി റേസ് ടു എൻ കൊണ്ടുള്ള ഗുണനം എന്ന പ്രോപ്പർട്ടി ഇതാണ്. അതായത് ഒരു ഫംഗ്ഷൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം നമുക്കറിയാമെങ്കിൽ അതേ ഫംഗ്ഷനെ ടി റേസ് ടു എൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ലാപ്ലേസ് ട്രാൻസ്ഫോമിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നു n ടൈംസ് വിത്ത് റെസ്പെക്ട് ടു എസ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നു. അതോടൊപ്പം മൈനസ് 1 റേസ് ടു എൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഇതിൽ n ഇസ് ഈക്വൽ ടു 1 എന്ന് വരുമ്പോൾ നമുക്ക് എഴുതാം എൽ ഓഫ് ടി എഫ് ഓഫ് ടി minus 1 raised to 1 into first derivative of phi of s.
അതുപോലെ n is equal to 2 എന്ന് വരുമ്പോൾ L of t square f of t is equal to minus 1 square into the second derivative of phi of s with respect to s എന്ന് എഴുതാം. അതുപോലെ L of t cube f of t എന്നതിനെ minus 1 raised to 3 into d cube divided by ds cube phi of s എന്ന രൂപത്തിൽ നമുക്ക് എഴുതാം. ഇതാണ് മൾട്ടിപ്ലിക്കേഷൻ ബൈ ടി റേസ് ടു എൻ എന്ന പ്രോപ്പർട്ടി. ഇനി ഇതിൻ്റെ ഒരു ഉദാഹരണം ചെയ്യാം. ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ടി സ്ക്വയർ e raised to minus 2t cos t. ഇത് നമുക്ക് കണ്ടെത്താം. ആദ്യമായി കോസ് ടിയുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം കണ്ടുപിടിക്കുന്നു. ഇതിനെ നമുക്ക് തന്നെ എഴുതാം. ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് e raised to minus 2t into t സ്ക്വയർ കോസ് ടി എന്ന് എഴുതാം. അപ്പോൾ ടി സ്ക്വയർ കോസ് ടി എന്ന ഫംഗ്ഷൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം അറിയാമെങ്കിൽ ഇ റേസ് ടു മൈനസ് 2t ഇൻറ്റു ടി സ്ക്വയർ കോസ് ടിയുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം നമുക്ക് എഴുതാം. മുൻ സെഷനിൽ നമ്മൾ ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി ഡിസ്കസ് ചെയ്യുകയുണ്ടായി. അതായത് ഒരു ഫംഗ്ഷൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം അറിയാമെങ്കിൽ അതേ ഫംഗ്ഷനെ ഇ റേസ് ടു എ ടി എന്ന ഒരു ഫംഗ്ഷൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എസ് ഈക്വൽ ടു എസ് മൈനസ് എന്ന് റീപ്ലേസ് ചെയ്യുന്നു. ഇവിടെ ഇ റൈസ് ടു മൈനസ് 2t കൊണ്ട് ടി സ്ക്വയർ കോസ് ടിയെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ടി സ്ക്വയർ കോസ് ടിയുടെ ലാപ്ലേസ് ട്രാൻസ്ഫോമിൽ എസ് ഇസ് ഈക്വൽ ടു എസ് പ്ലസ് 2 എന്ന് റീപ്ലേസ് ചെയ്യാം. അത് ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി നമ്മൾ ഡിസ്കസ് ചെയ്യുകയുണ്ടായി. അതിൽ നിന്നും എക്സ്പ്രസ് ചെയ്യാം. അപ്പോൾ ആദ്യമായി ടി സ്ക്വയർ കോസ് ടിയുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം എന്തായിരിക്കും എന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിനുവേണ്ടി കോസ് ടിയുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം ആദ്യമായി എഴുതുന്നു. ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് കോസ് ടി ഇസ് ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 1. കാരണം ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് കോസ് എ ടി ഇസ് ഈക്വൽ ടു എസ് ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ എന്നാണ്. അതുകൊണ്ട് ഈ കേസിൽ എ ഇസ് ഈക്വൽ ടു 1 എന്ന് വരുമ്പോൾ നമുക്ക് എഴുതാം എസ് ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 1. എൽ ഓഫ് കോസ് ടി ഇസ് ഈക്വൽ ടു എസ് ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 1 എന്ന് എഴുതാം. അപ്പോൾ ഈ കോസ് ടി എന്ന ഫംഗ്ഷനെ ടി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ടി റൈസ് ടു എൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇങ്ങനെ എഴുതാം. അപ്പോൾ ടി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -1 ഇൻറ്റു ഡി ബൈ ഡി എസ് ഓഫ് ഫൈ ഓഫ് എസ് എന്ന് എഴുതാം. എഫ് ഓഫ് ടിയുടെ ലാപ്ലേസ് ട്രാൻസ്ഫോമിനെ ഫൈ ഓഫ് എസ് എന്ന് ഡിനോട്ട് ചെയ്യുകയാണെങ്കിൽ ഈ വിധത്തിൽ എക്സ്പ്രസ് ചെയ്യാം. അപ്പോൾ എസ് ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 1 എന്നതിനെ ഫൈ ഓഫ് എസ് എന്നെടുക്കുന്നു. എങ്കിൽ കോസ് ടിയുടെ ലാപ്ലേസ് ട്രാൻസ്ഫോമിനെ കോസ് ടിയെ ടി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എഴുതാം -1 ഇൻറ്റു ഡി ബൈ ഡി എസ് ഓഫ് ഫൈ ഓഫ് എസ്. ഫൈ ഓഫ് എസ് എന്നത് എസ് ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 1. കോസ് ടിയുടെ ലാപ്ലേസ് ട്രാൻസ്ഫോമിനെ ഒരു പ്രാവശ്യം ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നു വിത്ത് റെസ്പെക്ട് ടു എസ്. അതോടൊപ്പം -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയും ചെയ്യുന്നു. അതാണ് മൾട്ടിപ്ലിക്കേഷൻ ബൈ ടി എന്ന പ്രോപ്പർട്ടി. ദിസ് ഈക്വൽ ടു -1 ഇൻറ്റു എസ് സ്ക്വയർ പ്ലസ് 1 ദി ഹോൾ സ്ക്വയർ. ഡിഫറൻസിയേഷനിലെ കോഷ്യൻ റൂൾ അപ്ലൈ ചെയ്യാം. അപ്പോൾ ഡിനോമിനേറ്ററിൽ എസ് സ്ക്വയർ പ്ലസ് 1 ഹോൾ സ്ക്വയർ എന്ന് വരുന്നു. ന്യൂമറേറ്ററിൽ എസ് സ്ക്വയർ പ്ലസ് 1 ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ ദാറ്റ് ഈസ് 1 വിത്ത് റെസ്പെക്ട് ടു എസ് ആയതിനാൽ ഡെറിവേറ്റീവ് ഓഫ് എസ് ഈസ് 1 എന്ന് എഴുതാം. മൈനസ് എസ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ
വിത്ത് റെസ്പെക്ട് ടു എസ് സ്ക്വയർ പ്ലസ് വണ്ണിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ 2s എന്ന് ലഭിക്കുന്നു. ദിസ് ഈസ് ഈക്വൽ ടു ഇതിനെ -1 ഇൻറ്റു ന്യൂമറേറ്ററിൽ എസ് സ്ക്വയർ പ്ലസ് 1 മൈനസ് 2s സ്ക്വയർ എന്ന് വരുന്നു, ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 1 ദി ഹോൾ സ്ക്വയർ. അതായത് -1 ഇൻറ്റു എസ് സ്ക്വയർ മൈനസ് 2s സ്ക്വയർ എന്നതിനെ മൈനസ് എസ് സ്ക്വയർ എന്ന് എഴുതാം. 1 ഇതുപോലെ എഴുതുന്നു, 1 മൈനസ് എസ് സ്ക്വയർ എന്ന് എഴുതാം, ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 1 ദി ഹോൾ സ്ക്വയർ. ദിസ് ഈക്വൽ ടു -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എഴുതാം എസ് സ്ക്വയർ മൈനസ് 1 ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 1 ദി ഹോൾ സ്ക്വയർ. അപ്പോൾ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ടി കോസ് ടി എന്നതിനെ എസ് സ്ക്വയർ മൈനസ് 1 ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 1 ദി ഹോൾ സ്ക്വയർ എന്ന രൂപത്തിൽ എക്സ്പ്രസ് ചെയ്യാം. അപ്പോൾ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ടി കോസ് ടി, അതായത് നമുക്ക് കണ്ടെത്തേണ്ടത് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ടി സ്ക്വയർ കോസ് ടി എന്നാണ്. ഇപ്പോൾ നമുക്ക് കിട്ടിയത് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ടി കോസ് ടി ഇസ് ഈക്വൽ ടു എസ് സ്ക്വയർ മൈനസ് 1 ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 1 ദി ഹോൾ സ്ക്വയർ എന്ന് ലഭിക്കുന്നു. ഇനി നമുക്ക് വീണ്ടും ഒരു ടി കൊണ്ട് ടി കോസ് ടിയെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ടി സ്ക്വയർ കോസ് ടി എന്നാവുന്നു. അപ്പോൾ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ടി സ്ക്വയർ കോസ് ടി ഇസ് ഈക്വൽ ടു -1 ഇൻറ്റു ഈ പ്രോപ്പർട്ടി പ്രകാരം ഡി ബൈ ഡി എസ് ഓഫ്, വീണ്ടും ഇതിനെ ഒരു പ്രാവശ്യം കൂടി ഡിഫറൻഷ്യേറ്റ് ചെയ്യുക എന്നുള്ള ഒരു ഫോർമാറ്റിലെത്തുന്നു. അപ്പോൾ അടുത്തതായി ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ടി സ്ക്വയർ കോസ് ടി ഇസ് ഈക്വൽ ടു നമുക്ക് എഴുതാം ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ടി ഇൻറ്റു ടി കോസ് ടി. ടി കോസ് ടിയുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം നമുക്കറിയാം എസ് സ്ക്വയർ മൈനസ് 1 ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് ഹോൾ സ്ക്വയർ എന്നാണ്. അതുകൊണ്ട് ടി കോസ് ടിയെ ടി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഈ പ്രോപ്പർട്ടി പ്രകാരം -1 ഇൻറ്റു ഡി ബൈ ഡി എസ് ഓഫ് എസ് സ്ക്വയർ മൈനസ് 1 ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 1 ദി ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. ദിസ് ഈസ് ഈക്വൽ ടു -1 ഇൻറ്റു, ഇവിടെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ ഡിനോമിനേറ്ററിൽ എസ് സ്ക്വയർ പ്ലസ് 1 റേസ് ടു 4 എന്നാവുന്നു. കോഷ്യൻ റൂൾ പ്രകാരം നമുക്ക് എഴുതാം എസ് സ്ക്വയർ പ്ലസ് 1 ദി ഹോൾ സ്ക്വയർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് എസ് സ്ക്വയർ മൈനസ് 1 ദാറ്റ് ഈസ് 2s മൈനസ് എസ് സ്ക്വയർ മൈനസ് 1 ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ എന്ന് പറയുമ്പോൾ 2 ഇൻറ്റു എസ് സ്ക്വയർ പ്ലസ് 1 ഇൻറ്റു 2s എന്ന് വരുന്നു. ദിസ് ഈക്വൽ ടു -1 ഇൻറ്റു ന്യൂമറേറ്ററിൽ എസ് സ്ക്വയർ പ്ലസ് 1 കോമൺ ആയിട്ട് എടുക്കുകയാണെങ്കിൽ എസ് സ്ക്വയർ പ്ലസ് 1 ഇൻറ്റു 2s മൈനസ് എസ് സ്ക്വയർ മൈനസ് 1 ഇൻറ്റു 4s സ്ക്വയർ എന്ന് എഴുതാം. ഇവിടെ നമുക്ക് 2s എന്നതുകൂടി ഔട്ട് സൈഡ് എഴുതാം. അപ്പോൾ -1 ഇൻറ്റു 2s ഇൻറ്റു ഇതിൽ നിന്ന് -1 ഇൻറ്റു 2s എന്നതിനെ ഔട്ട് സൈഡ് എടുക്കുന്നു. അതോടൊപ്പം എസ് സ്ക്വയർ പ്ലസ് 1 എന്നതും ഔട്ട് സൈഡ് എഴുതുകയാണെങ്കിൽ ഇതിൽ 1 എന്നാവുന്നു. മൈനസ് എസ് സ്ക്വയർ മൈനസ് 1 ഇൻറ്റു 2 ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 1 ദി ഹോൾ ക്യൂബ് എന്ന് വരുന്നു. ഇതിൽ നിന്നും -1 ഇൻറ്റു 2s ഇൻറ്റു എസ് സ്ക്വയർ പ്ലസ് 1
ഇവിടെ നമുക്ക് എ സ്ക്വയർ പ്ലസ് 1 ഡിവൈഡഡ് ബൈ എ സ്ക്വയർ പ്ലസ് 1 ഹോൾ ക്യൂബ് എന്നതിനെ ഡിനോമിനേറ്ററിൽ എ സ്ക്വയർ പ്ലസ് 1 റേസ് ടു 4 ആയിരുന്നു. അപ്പോൾ ഡിനോമിനേറ്ററിൽ എ സ്ക്വയർ പ്ലസ് 1 റേസ് ടു 3 എന്നെഴുതാം. ന്യൂമറേറ്ററിൽ 2s ഇൻറ്റു 1 മൈനസ് ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ 2s സ്ക്വയർ മൈനസ് ഓഫ് മൈനസ് പ്ലസ് 2 എന്ന് വരും. ദാറ്റ് ഇസ് ഈക്വൽ ടു -1 ഇൻറ്റു 2s ഇൻറ്റു ഇവിടെ നമുക്ക് 1 പ്ലസ് 2 ദാറ്റ് ഈസ് 3 മൈനസ് 2s സ്ക്വയർ എന്നാവും. 3 മൈനസ് 2s സ്ക്വയർ ഡിവൈഡഡ് ബൈ എ സ്ക്വയർ പ്ലസ് 1 ഹോൾ ക്യൂബ് എന്ന് വരും. ഇതിൽ നിന്നും നമുക്ക് എഴുതാം -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ 2s ഇൻറ്റു 2s സ്ക്വയർ മൈനസ് 3 ഡിവൈഡഡ് ബൈ എ സ്ക്വയർ പ്ലസ് 1 ഹോൾ ക്യൂബ് എന്ന് വരുന്നു. അപ്പോൾ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ടി സ്ക്വയർ കോസ് ടി ഇസ് ഈക്വൽ ടു 2s ഇൻറ്റു 2s സ്ക്വയർ മൈനസ് 3 ഡിവൈഡഡ് ബൈ എ സ്ക്വയർ പ്ലസ് 1 ഹോൾ ക്യൂബ് എന്ന് ലഭിക്കുന്നു. (2s into 2s square minus 3 divided by s square plus 1 whole cube. നമുക്ക് വേണ്ടത് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ഇ റൈസ് ടു മൈനസ് 2t ഇൻറ്റു ടി സ്ക്വയർ കോസ് ടി എന്നതാണ്. അപ്പോൾ ടി സ്ക്വയർ കോസ് ടിയുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓൾറെഡി നമ്മൾ കണ്ടെത്തി. ഷിഫ്റ്റിംഗ് തിയറം പ്രകാരം നമുക്ക് എഴുതാം ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ഇ റൈസ് ടു മൈനസ് 2t ഇൻറ്റു ടി സ്ക്വയർ കോസ് ടി എന്നതിനെ ദിസ് ഇസ് ഈക്വൽ ടു നമ്മൾ എസ്സിനെ എസ് പ്ലസ് 2 എന്ന് റീപ്ലേസ് ചെയ്യുന്നു. 2 ഇൻറ്റു എസ് പ്ലസ് 2 ഇൻറ്റു 2 ഇൻറ്റു എസ് പ്ലസ് 2 ഹോൾ സ്ക്വയർ മൈനസ് 3 ഡിവൈഡഡ് ബൈ എസ് പ്ലസ് 2 സ്ക്വയർ പ്ലസ് 1 ദി ഹോൾ ക്യൂബ്. ഇതാണ് എൽ ഓഫ് ഇ റേസ് ടു മൈനസ് 2t ഇൻറ്റു ടി സ്ക്വയർ കോസ് ടി. അപ്പോൾ നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ബൈ ടി എന്ന പ്രോപ്പർട്ടി 2 പ്രാവശ്യം അപ്ലൈ ചെയ്തു ടി സ്ക്വയർ കോസ് ടിയുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം കണ്ടെത്താൻ വേണ്ടി. അതിനുശേഷം മുൻ ക്ലാസ്സുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി യൂസ് ചെയ്തുകൊണ്ട് എസിനെ എസ് പ്ലസ് 2 എന്ന് റീപ്ലേസ് ചെയ്ത് നമുക്ക് വേണ്ട ലാപ്ലേസ് ട്രാൻസ്ഫോം കണ്ടെത്തി. ഇനി നിങ്ങൾക്ക് തരുന്ന ഈ പ്രോബ്ലംസ് നിങ്ങൾ കണ്ടെത്തുക. ഫസ്റ്റ് വൺ, ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ടി ഇൻറ്റു സൈൻ ടി. അതുപോലെ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ടി സ്ക്വയർ ഇൻറ്റു ഇ റേസ് ടു 3t. മൂന്നാമത്തത് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ഇ റേസ് ടു മൈനസ് 2t ഇൻറ്റു ടി കോസ് ടി. ടി കോസ് 2t. ഇത്രയും പ്രോബ്ലംസ് നിങ്ങൾ കണ്ടെത്തുക. ഇതോടെ ഈ സെഷൻ അവസാനിപ്പിക്കുന്നു. ഇതിൽ മൾട്ടിപ്ലിക്കേഷൻ ബൈ ടി റേസ് ടു എൻ എന്ന ലാപ്ലേസ് ട്രാൻസ്ഫോമിൻ്റെ പ്രോപ്പർട്ടിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അതിൻ്റെ ഒരു ഉദാഹരണം നമ്മൾ ചെയ്തു. ഇനി ഈ 3 ചോദ്യങ്ങൾക്ക് നിങ്ങൾ ഉത്തരം കണ്ടെത്തുക. എല്ലാവർക്കും ശുഭദിനം നേരുന്നു.